എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭവാരണ വ്യാളഭല്ലൂകവൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മുട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്ടുംള കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജന ഉപാനപാനാദി സന്മധുക്ഷീരങ്ങളിലൊരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവിൻ. ശീതവാതാതപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കുമറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടനില്ലൊരു സംശയം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ 167 ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വനത്തിലെ ദുർഘടങ്ങളാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 28. വനവാസം ചെയ്യുവാൻ താല്പര്യമുണ്ടോ? വനത്തിലെ ബുദ്ധിമുട്ടുകളും ആപത്തുകളും വിവരിക്കുകയാണ് ഇവിടെ വാൽമീകി മഹർഷി രാമനിൽ കൂടി. രാമൻ സീതാദേവിക്ക് വനത്തിലെ ദുർഘടങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം വളരെ വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യ ഭർത്താവിൻ്റെ വാമഭാഗമാണ്. ഭാര്യയില്ലാതെ ഭർത്താവില്ല, ഭർത്താവില്ലാതെ ഭാര്യയുമില്ല. അതാണല്ലോ അർദ്ധനാരീശ്വര സങ്കല്പം, പ്രകൃതി പുരുഷ ഏകത്വം. വനവാസത്തിനായി ഒരുങ്ങിയ രാമനോട് ഭാര്യ സീതാദേവി തന്നെയും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അപേക്ഷിക്കുന്നു. വനത്തിലെ ദുർഘടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീതയെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ ഭാഗത്ത്. തൻ്റെ ആജ്ഞ നിർവഹിച്ച് ഇവിടെ തന്നെ തുടരാൻ രാമൻ ഉപദേശിക്കുകയാണ് ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ. സയേവം ബ്രുവതീം സീതാം ധർമ്മജ്ഞോ ധർമ്മവത്സലഃ നനേതും കുരുതേ ബുദ്ധിം വനേ ദുഃഖാനി ചിന്തയൻ സാന്ത്വയിത്വാ തദസ്താം തു ബാഷ്പദൂഷിതലോചനാം
നിവർത്തനാർത്ഥേ ധർമാത്മാ വാക്യമേതദുവാചഃ. സീതേ മഹാകുലീനാസി ധർമ്മേ ച നിരതാ സദാ ഇഹാചരസ ധർമ്മം ത്വം മമ കൃത്വാ മനഃസുഖം. ധർമ്മജ്ഞ ധർമ്മവത്സല സ, ധർമ്മജ്ഞനും ധർമ്മവത്സലനുമായ അദ്ദേഹം ഏവം ബ്രുവതീം സീതാം, ഇപ്രകാരം യാചിക്കുന്ന സീതാദേവിയോട് വനേ ദുഃഖാനി ചിന്തയൻ, വനത്തിലുള്ള ബുദ്ധിമുട്ടുകളെപ്പറ്റി ദുർഘടങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നേതും ബുദ്ധിയും കുരുതേന, നേതും കൂട്ടിക്കൊണ്ടുപോകുവാൻ ബുദ്ധിയും നിശ്ചയത്തെ അല്ലെങ്കിൽ തീരുമാനത്തെ കൈക്കൊണ്ടില്ല. കുരുതേന തതഹ, അതിനുശേഷം ഇങ്ങനെയെല്ലാം ചിന്തിച്ച ശേഷം ബാഷ്പ ദൂഷിത ലോചന താം, കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെയുള്ള അവളെ ധർമാത്മാ സാന്ത്വയിത്വ, ധർമാത്മാവായ രാമൻ സ്വാന്തനിപ്പിച്ചു, സമാധാനിപ്പിച്ചു. നിവർത്തന അർത്ഥേത്തു, കൂടെ വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിലേക്കായി ഏതത് വാക്യം ഉവാച, എന്തൊക്കെയാണ് പറഞ്ഞത്? മഹാകുലീനാത്വം, മഹാകുലീനിയായ ഭവതി ധർമ്മേ നിരതാസി, ധർമ്മത്തെ തന്നെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ധർമ്മത്തിലാണല്ലോ മുഴുകിയിരിക്കുന്നത്. അതിനാൽ മമ മനസുഖം സദാകൃത്വ, അങ്ങനെ ധർമ്മത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഭവതി, എൻ്റെ മനസ്സിന് സുഖം നൽകുന്നതിനെ എപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ട് സദാകൃത്വ ഇഹ സ്വധർമ്മം ആചര, ഇവിടെ സ്വധർമ്മത്തെ ആചരിക്കുക. ഇവിടുത്തെ സ്വധർമ്മം എന്തോ ഉദ്ദേശിക്കണേ? ഭർത്താവ് പറയുന്ന ആജ്ഞ ഭാര്യ സ്വീകരിക്കുക. സീത വനത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ രാമൻ വിശദീകരിക്കാൻ പോവുകയാണ് ഇനി. അതാണ് 4 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ. സീതേ യഥാ ത്വാം വക്ഷ്യാമി തഥാ കാര്യം ത്വയാ ബലേ വനേ ദോഷാ ഹി ബഹവോ വദതസ്മാൻ നിബോധ മേ. സീതേ വിമുച്യതാമേഷ വനവാസകൃതാ മതിഃ ബഹുദോഷം ഹി കാന്താരം വനമിത്യഭിധീയത്തെ. ഹിതബുദ്ധ്യാ ഖലു വജോ മയൈതദഭിധീയത്തെ സദാ സുഖം ന ജാനാമി ദുഃഖമേവ സദാ വനം. അബലേ സീതേ ത്വാം യഥാ വക്ഷ്യാമി, ഭവതിയോട് ഞാൻ എപ്രകാരമാണോ പറയുന്നത്, ഞാൻ എന്താണോ പറയുന്നത്, തഥാ ത്വയാ കാര്യം, അപ്രകാരം നീ ചെയ്യേണ്ടതാണ്. ഞാൻ എന്തു പറഞ്ഞാലും നീ അത് അനുസരിക്കേണ്ടവളാണ്. വനേഹി, വനമാണെന്ന് വെച്ചാൽ ദോഷാഹ ബഹവഹ, ദോഷങ്ങൾ അനവധിയാണ്, അനേകങ്ങളാണ്. താൻ വദത മേ നിബോധ, ഞാനത് നിനക്ക് പറഞ്ഞു തരാം. സീതയെ വനവാസകൃത യേഷാ മതിഹി വിമുച്യത, വനവാസം ചെയ്യാനുള്ള നിന്റെ ഈ ബുദ്ധിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പൂതി, അത് വിമുച്യത, വേണ്ട എന്ന് വെച്ചുകൊള്ളുക, ഉപേക്ഷിച്ചാലും. ബഹുദോഷം കാന്താരം ഹി, അനേകം ദോഷങ്ങളുള്ളതും മനുഷ്യസഞ്ചാരമില്ലാത്തതുമാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് അതിനെ വനം എന്ന് പറയുന്നത്. വനം ഇതി അഭിധീയതേ. ഇപ്പൊ മനുഷ്യസഞ്ചാരവും ഇല്ല, അനേകം ആപത്തുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് വനം. അതുകൊണ്ടാണ് അതിനെ വനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതത് വചഃ മയാ, ഈ ഉപദേശം എന്നാൽ ഹിതബുദ്ധ്യ ഖലു അഭിധീയതേ, നിന്റെ നന്മയെ മാത്രം ഉദ്ദേശിച്ചാണ് പറയപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് ഭവതിയുടെ നന്മയെ മാത്രം ലാക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഭവതിക്ക് വനം സദാ സുഖം ജാനാമിന,
വനം ഒരിക്കലും സുഖത്തെ നൽകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ എൻ്റെ താല്പര്യമില്ലായ്മയല്ല. നിന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വനത്തിലെ ദുർഘടങ്ങൾ അത് വിചാരിച്ചിട്ട് അത് നിനക്ക് ദുഃഖം മാത്രമേ തരുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിന്നോട് വരേണ്ട എന്ന് പറഞ്ഞത്. ദുഃഖം ഏവാ, ഈ വനം എന്ന് പറയുന്നത് ദുഃഖകരം തന്നെ. അതഹ വനം ദുഃഖം, അതിനാൽ വനം ദുഃഖകരമാണ്. വനം ദോഷത്തെ നൽകുന്നതാണ്, അല്ലെങ്കിൽ ദുഃഖകരമാണ്. അങ്ങനെയാണ് ഇനി ഓരോ ശ്ലോകങ്ങളും അവസാനിക്കുന്നത്. അപ്പൊ ഏതിനാലാണ്, എന്ത് കാരണത്താലാണ് വനം ദുഃഖപ്രദമാകുന്നത്? അതാണ് 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ. ഗിരിനിർജ്ജര സംഭൂത ഗിരികന്ദരവാസിനാം സിംഹാനാം നിനദാ ദുഃഖാഃ ശ്രോതും ദുഃഖമദോവനം ക്രീഡമാനാസ്തബിസ്രബ്ധ മത്താ ശൂന്യേ മഹാമൃഗാഃ ദൃഷ്ട്വാ സമഭിവർത്തന്തെ സീദേ ദുഃഖമദോവനം സഗ്രഹാഃ സരിതശ്ചൈവ പങ്കവത്യശ്ച ദുസ്തരാഃ മത്തൈരഭിഗജൈർനിത്യം സീദേ ദുഃഖമദോവനം ലതാകണ്ഡകസങ്കീർണ കൃഗവാകൂപനാദിദാഃ നിരവാശ്ച സുദുർഗാശ്ച മാർഗാ ദുഃഖമദോവനം സുപ്യതേ പർണശയ്യാസു സ്വയം ഭഗ്നാസു ഭൂതലേ രാത്രിഷു ശ്രമഖിന്നേന സീദേ ദുഃഖമദോവനം അഹോരാത്രം ച സന്തോഷ കർത്തവ്യോ നിയതാത്മനാ ഫലൈർവൃക്ഷാവപതിതൈഃ സീദേ ദുഃഖമദോവനം ഗിരി നിത്സര സംഭൂത ഗിരികന്ധരവാസിനാം, മലയരുവികളിൽ നിന്നുമുണ്ടാകുന്ന ഗിരിഗുഹകളിൽ താമസിക്കുന്ന ആര്? സിംഹാനാം നിനാദ, സിംഹങ്ങളുടെ അലർച്ച, ഘോരമായ ശബ്ദം. ശ്രോതും ദുഃഖാഹ, കേൾക്കുവാൻ തന്നെ ദുസ്സഹമാണ്. പിന്നെയോ ശൂന്യേ, ആ ശൂന്യമായ വലിയ വനത്തില് വിശ്രബ്ദാഹ മത്താഹ ക്രീഡമനാഹ മഹാമൃഗ ദൃഷ്ടാച. വിശ്രബ്ദാഹ നിർഭയരായ, മത്താഹ മതോന്മത്തന്മാരായ, ക്രീഡമാനാഹ ക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘോരമൃഗങ്ങൾ. അത് ദൃഷ്ടാച നമ്മെ കണ്ടാൽ മതി, എന്തു ചെയ്യും? സമഭിവർത്തന്തേ, നമ്മുടെ ഓടി നമ്മുടെ മുമ്പിലേക്ക് വരും. വന്നു കഴിഞ്ഞാലുള്ള ഗതികേട് അറിയാമല്ലോ. സരിതഃ പങ്കവത്യഃ ച സഗ്രഹ ച. സരിതഃ എന്ന് പറഞ്ഞാൽ നദികൾ, പങ്കവത്യ എന്ന് പറഞ്ഞാൽ ചേറ് പൂണ്ടത്, സഗ്രഹാഹ എന്ന് പറഞ്ഞാൽ മുതലകൾ. ഈ നദികളെല്ലാം നിറച്ച് ചേറ് പൂണ്ടതും അതിനകത്തൊക്കെ വലിയ വലിയ മുതലകളും ഉണ്ടാകും. മത്തേഹി ഗജൈ അഭി, ഈ നദിയെ കടക്കാന് മത്ത് പിടിച്ച അല്ലെങ്കിൽ മതോന്മത്തനായ നല്ല സൂപ്പർ പവറുള്ള ആനകളാൽ പോലും ദുസ്തര കടക്കുവാൻ സാധ്യമല്ല. ഈ നദി കടക്കാൻ പോലും പറ്റില്ല. ഇനി വഴികളോ? മാർഗാഹ ലതാ കണ്ടക സങ്കീർണ, വള്ളികളും മുള്ളുകളും എല്ലാം നിറഞ്ഞ്, സുദുർഗാ ച നടക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ്. പിന്നെ പോകുന്ന വഴിയിലൊക്കെയോ കൃഗവാകൂ ഉപനാദിത, കാട്ടുകോഴികളാൽ ശബ്ദിക്കപ്പെട്ടതാണ്. ഇനി ദാഹിച്ചാലോ നിരപാച, ഒരു സ്വല്പം കുടിവെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ അതുപോലും സാധ്യമാവൂല. ഇനി ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാലോ ശ്രമഖിന്നേന, നടന്ന് നടന്ന് ക്ഷീണിച്ച് വിഷമിച്ച് കഴിയുമ്പോൾ, രാത്രിഷു ഭൂതലെ സ്വയം ഭഗ്നാസു വർണ്ണശയ്യാസു സുപ്യതേ,
രാത്രീഷു രാത്രിയിൽ, ഭൂതലേ നിലത്ത്, സ്വയം ഭഗ്നാഷു അടർന്നു വീഴുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴുന്ന, പർണശയ്യാസു സുപ്യതേ ഇലകളോടുകൂടിയ ശയ്യകളിൽ കിടക്കേണ്ടി വരും, ഇലപ്പുറത്ത് കിടക്കേണ്ടി വരും. ഇനിയോ നിയത ആത്മനാ ആത്മനിയന്ത്രണം നേടിയ ഒരുവന്, ജിതേന്ദ്രിയന്, അഹഹ രാത്രം ച പകലും രാത്രിയിലും രാപ്പകല്, വൃക്ഷ അവപതിതൈ വൃക്ഷങ്ങളിൽ നിന്ന് സ്വയം പഴുത്തു വീഴുന്ന, ഫലൈ സന്തോഷ കർത്തവ്യ ഫലങ്ങളെ ഭക്ഷിച്ച് തൃപ്തിപ്പെടേണ്ടതാണ്. എതിർച്ചാലാപസന്തുഷ്ടു എന്ന് പറഞ്ഞ മാതിരി യാദൃച്ഛ്യമായി കിട്ടുന്നത് വെച്ച് സന്തോഷവാനായി ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ സന്തോഷവതിയായി ജീവിക്കേണ്ടി വരും. ഇനിയാണ് സ്വയം അനുഭവിക്കേണ്ടവ. വനവാസം ദുഃഖകരം തന്നെ. അതാണ് 13 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ. ഉപവാസശ്ച കർത്തവ്യോ യഥാ പ്രാണേന മൈഥിലി, ജഡാഭാരശ്ച കർത്തവ്യോ വൽക്കലാംബരധാരിണ, ദേവതാനാം പിതॄണാം ച കർത്തവ്യം വിധിപൂർവകം, പ്രാപ്താനാമതിഥീനാം ച നിത്യശപ്രതിപൂജനം, കാര്യസ്ത്രീരഭിഷേകശ്ച കാലേ കാലേ ച നിത്യശഃ, ചരദാ നിയമേനൈവ തസ്മാദ്ദുഃഖതരം വനം, ഉപഹാരശ്ച കർത്തവ്യ കുസുമൈ സ്വയമാഹൃതൈഃ, ആർഷേണ വിധിനാ വിദ്യാം ബാലേ ദുഃഖമദോവനം, യഥാ ലബ്ധേന കർത്തവ്യ സന്തോഷസ്തേന മൈഥിലി, യദാഹാരൈർവനചരൈഃ നിത്യം ദുഃഖമദോവനം, അതീവ ബാധാസ്തിമിരം ബുഭുക്ഷാ ചാത്ര നിത്യശഃ, ഭയാനി ച മഹാന്യത്ര തദോ ദുഃഖതരം വനം, സരീസൃപാശ്ച ബഹവോ ബഹുരൂപാശ്ച ഭാമിനീ, ചരന്തി പൃഥിവീം ദർപ്പാത് തദോ ദുഃഖതരം വനം, നദീനിലയനാ സർപ്പാ നദീകുടിലഗാമിനഃ, തിഷ്ടന്ത്യാവൃത്യ പന്ഥാനം തദോ ദുഃഖതരം വനം, പരംഗാവൃശ്ചികാ കീടാ ദംശാശ്ച മശകൈഃ സഹ, ബാധന്തെ നിത്യമബലേ സർവം ദുഃഖമദോവനം, ദ്രുമാകണ്ഡകിനശ്ചൈവ കുശകാശശ്ച ഭാമിനീ, വനേ വ്യാകുലശാഗാഗ്രാത് തേന ദുഃഖതരം വനം, കായക്ലേശാശ്ച ബഹവോ ഭയാനി വിവിധാനി ച, അരണ്യവാസേ വസതു ദുഃഖമേവ സദാ വനം. സീതയെ വൽക്കല അംബര ധാരിണ, സൂപ്പർ ഡ്രസ്സൊന്നും ധരിച്ച് വനത്തിലേക്ക് പോകാൻ പറ്റില്ല, പരവൂരി ധരിക്കണം. യഥാ പ്രാണേന ഉപവാസച കർത്തവ്യ, യഥാശക്തി അവനവന്റെ കഴിവ് പ്രകാരം ഉപവാസം അല്ലെങ്കിൽ നിരാഹാര വ്രതം പോലും അനുഷ്ഠിക്കണം. ജഡാഭാരക ച കർത്തവ്യ, മുടി പിരിച്ചു കെട്ടി ജടയാക്കി നിലനിർത്തണം. ദേവതാനാം പിതॄണാം ച പ്രാപ്താനാം അതിഥീനാം ച, ദേവകൾക്കും പിതൃക്കൾക്കും സന്ദർശിക്കുന്ന അതിഥികളെയും നിത്യശഃ വിധിപൂർവകം, എല്ലായ്പ്പോഴും വിധിച്ച പ്രകാരം നിയമപ്രകാരം പൂജ അല്ലെങ്കിൽ
അതിഥി സൽക്കാരം ചെയ്യേണ്ടതാണ്. പ്രതിപൂജനം കർത്തവ്യം. നിത്യശഃ ഏവ ത്രിഹി ച, ദിവസവും 3 പ്രാവശ്യം, കാലേ കാലേ ച, എനിക്ക് കൃത്യസമയമൊക്കെ ഉണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം, അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും, അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചിത സമയത്ത് നിയമേന ചരത, നിയമപ്രകാരം എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ അനുകരിച്ച് അഭിഷേക കാര്യ, കുളിക്കപ്പെടേണ്ടതാണ്. പാലേ സ്വയം ആഹൃതേ കുസുമൈച വേദ്യ, ആരും ഒന്നും കൊണ്ടുതരത്തില്ല, തന്നെത്താനെ പോയി ഇറുത്തെടുത്ത് പുഷ്പങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് വേദിയിൽ ആർഷേണ വിധീന ഉപഹാര കർത്തവ്യ, ആർഷവിധി പ്രകാരം പൂജയെ ചെയ്യേണ്ടതാണ്. ഇനിയോ വനചരൈ യഥാ ആഹാരൈ യഥാലബ്ധേന, വനവാസികളാൽ ആഹാരം നിയന്ത്രിച്ച് കിട്ടുന്നതെന്തോ തേന നിത്യം സന്തോഷ കർത്തവ്യ, അവയാൽ സന്തോഷത്തോടു കൂടി കഴിയേണ്ടതാണ്. ഒരു സന്യാസിനിയെ പോലെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ യദൃച്ഛ ലാഭ സന്തുഷ്ടു. അപ്പം യാദൃച്ഛികമായി എന്താണോ കിട്ടുന്നത് അതിൽ സന്തോഷിക്കുക. അത്ര നിത്യശഃ വാതാഹ തിമിരം, അവിടെ എല്ലായ്പ്പോഴും കൊടുങ്കാറ്റ്, രാത്രിയിലോ കുറ്റാക്കുട്ടിരുട്ട്, ബുഭുക്ഷ ചാതീവ, വിശപ്പല്ലെങ്കിൽ ഭക്ഷണം ഇല്ലായ്മ വളരെ കൂടുതലായിരിക്കും, ഭക്ഷണം കിട്ടാനേ ഉണ്ടാവില്ല. അത്ത ഭയാനിച്ച മഹാന്തി, അവിടെ ആപത്തുകളോ അനേകം. ഇനി ബഹുരൂപ ബഹവഹ സാരിസൃപാച, പല രൂപത്തിലുള്ള അനേകം സരീസൃപാഹ ച, ഇഴജന്തുക്കൾ പൃഥിവീം ച ദർപ്പാചരന്തി, നിലത്ത് പതുങ്ങി ഇഴയും. ഇരകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവ പതുങ്ങി ഇഴഞ്ഞുകൊണ്ടിരിക്കും. പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്ന് വേണ്ട ഈ മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇഴജന്തുക്കള് നമ്മെ കണ്ടാൽ ചിലപ്പോൾ വിഴുങ്ങിക്കളയും. ഇനി നദീനിലയനാഹ നദീകുടിലഗാമിന സർപ്പാഹ പന്ഥാനമാവൃത്യ തിഷ്ടന്തി. നദീനിലയനാഹ, നദിയോരങ്ങളിൽ വസിക്കുന്ന, നദീകുടിലഗാമിനഹ, പുഴയെ പോലെ തന്നെ വളഞ്ഞു പൊളഞ്ഞ് സഞ്ചരിക്കുന്ന സർപ്പാഹ, സർപ്പങ്ങൾ, പന്ഥാനമാവൃത്യ തിഷ്ടന്തി, വഴിമുടക്കി കിടക്കും. ഇനിയോ പതംഗാഹ വൃശ്ചികാഹ കീടാ മശകൈ സഹദംശാജ, പാറ്റകള്, തേളുകള്, കീടങ്ങള്, പിന്നെ കൊതുകളോടുകൂടെ തന്നെ കാട്ടീച്ചകൾ, ഇവയെല്ലാം സർവം നിത്യം ബാധന്തേ, ഇവയെല്ലാം എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. വനേ കണ്ടകിനഹ ദ്രുമാച, വനത്തിലെ മുള്ളുള്ള മരങ്ങളും, കുശ കാശാച ഏവ വ്യാകുല ശാഖാഗ്ര, ദർഭ, ഞങ്ങണം, ഇവ കൊമ്പും തുമ്പുമെല്ലാം വളർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അതിലെങ്ങാനും കാല് വെച്ചാൽ കാല് മുറിയും. ആ സ്ഥാനത്താണ് കഴിഞ്ഞ ഭാഗത്ത് സീതാദേവി പറഞ്ഞത്, തേ അഗ്രതഃ മൃദ്ഗന്ധി കുശകണ്ഠകാനേവ ഗമിഷ്യാമി, അങ്ങയുടെ മുമ്പിൽ തന്നെ പുല്ലും മുള്ളും ചവിട്ടി മൃദുവാക്കിക്കൊണ്ട് ഞാനും പോകുന്നുണ്ട്. അതായത് അങ്ങയുടെ നടപ്പ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ നടന്ന് മുള്ളുകളും പുല്ലുകളും എല്ലാം ചവിട്ടി മെതിക്കുന്നുണ്ട്. അരണ്യവാസേ വസതഃ, വനവാസിയായ ഒരുവന് കായക്ലേശാഹ ച ബഹവഃ, ശാരീരികമായ ക്ലേശങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. ഭയാനി ച വിവിധാനി, ആപത്തുകളോ അതും അനേകം പല വിധത്തില്. ഇതെല്ലാം തരണം ചെയ്യുവാൻ എന്താണ് മാർഗം? സ്വയം തന്നെ തീരുമാനിച്ചു. 24 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ. ക്രോധലോഭോ വിമുക്തവ്യോ
कर्तव्या तपसे मतिः यभेदव्यं च भेदव्ये नित्यं दुःखमदोवनम् तदलं ते वनं गत्वा क्षमं न हि वनं तव विमृशन्निह पश्यामि बहुदोषतरं वनम् वनं तु नेदुं न कृदामदिस्तदा बभूव रामेण तदा महात्मना न तस्य सीतावचनं चकार तदो ब्रवीद्राममिदं सुदुःखिदा ക്രോധ ലോഭോ വിമോക്തവ്യോ. ക്രോധ ലോഭാദികൾ ത്യജിക്കപ്പെടേണ്ടതാണ്. തപസേ മതിഹി കർത്തവ്യ, തപസ്സിലായിരിക്കണം മനസ്സ് ഏർപ്പെട്ടിരിക്കേണ്ടത്. ഭേദവ്യേ ച ഭേദവ്യന്ന, ഭയപ്പെടേണ്ട കാര്യങ്ങളിലൊന്നും ഭയം പാടില്ല, ഭയം ഉണ്ടാകരുത്. ഏതായാലും കാമം, ക്രോധം, ലോഭം ഇത് മൂന്നെണ്ണമാണ് നരകത്തിന് കാരണം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധ തഥാ ലോഭഃ തസ്മാദേതത് ത്രയം ത്യജേത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ കാടെന്ത് നാടെന്ത്. അതുപോലെ തപസ്സിനെ പറ്റിയും പറയുന്നുണ്ട്. മാനസികമായ തപസ്സും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മനഃപ്രസാദഃ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹഃ ഭാവ സംസുപ്തിയേതത് തപോമാനസമുച്യതേ. വാൽമീകി മഹർഷിക്ക് ഭഗവത്ഗീത മുമ്പേ അറിയാമായിരുന്നു എന്ന് സംശയിക്കുന്നു. ഇഹ വിമർശൻ ഇക്കാര്യത്തെ നന്നായി ആലോചിച്ച് വിലയിരുത്തുക. വിമർശയിതശേഷേണ എന്നിട്ട് തീരുമാനിച്ചു വനത്തിലേക്ക് പോണോ വേട്ടയോ എന്ന്. വനം ബഹുദോഷതരം പശ്യാമി, വനവാസം ബഹുദോഷകരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തവ വനം ഹി ക്ഷമന്ന, ഏതായാലും ഭവതിക്ക് ഈ വനവാസം യോജിച്ചതല്ല. തത് വനം ഗത്വാ തേലം, അതുകൊണ്ട് വനത്തിലേക്ക് പോകണം എന്നുള്ള ആ പൂതിയുണ്ടല്ലോ, എന്നാ ഭവതിയുടെ ആഗ്രഹം അത് മതിയാക്കുക, വേണ്ടാന്ന് വെക്കുക. രാമന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമായിട്ട് സീതാദേവിക്ക് ഇപ്പോൾ മനസ്സിലായി. തഥാ സീത, അപ്പോഴാണ് സീതാദേവി മഹാത്മന രാമേണ, മഹാത്മാവായ രാമനാൽ വനം നേതും ന, തന്നെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകപ്പെടില്ല, മതിഹീകൃത്വ ബഹുവ എന്ന തീരുമാനം കൈക്കൊണ്ടതായി അറിഞ്ഞു. പക്ഷേ തഥാ തസ്യ തത് വചനം ചകാരന, അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രാമന്റെ ആ വചനം, ആ ഉപദേശം മുഴുവനും ചകാരന, അവള് വഴിപ്പെട്ടില്ല. എന്നിട്ട് സുദുഃഖിത ഇതെന്തു അബ്രവീത്, ദുഃഖിതയായി അവൾ ഇപ്രകാരം പറഞ്ഞു. എന്തായിരിക്കാം പറഞ്ഞത്? അത് നമുക്ക് 168 ഭാഗത്തിൽ കേൾക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ രാമായണം കേൾക്കണം, രാമായണം പഠിക്കണം, അതറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.